സഹൃദയരെ, ഭക്ഷണ വിശ്വാസികളെ, അന്നൊക്കെ എനിക്ക് പുച്ഛമായിരുന്നു. കടലാസ് പൂവിനും കാക്കയ്ക്കും എണ്ണത്തിൽ വൻ വർധന. ഇന്ന് ഇതിവിടെ നടണമെങ്കിൽ പൂന്തോട്ടക്കാർക്ക് പണം കൊടുക്കണം. അതല്ലേലും അങ്ങനെയാണല്ലോ, ഉള്ളതിന്റെ വില ഇല്ലാത്തപ്പോഴല്ലേ അറിയൂ. ബച്പൻ മേ ബഹുത് തോടാ ഹൈ ഈ പൂവ്. പക്ഷെ അപ്പോഴൊന്നും സർവ്വ അറിവോളിയായ എന്റെ ഉസ്താദ് പോലും കടലാസ് പൂവ് കൊണ്ട് പക്കോട ഉണ്ടാക്കാന്ന് പറഞ്ഞു തന്നതേയില്ല. ആഹ്ലാദിക്കൂ കൂട്ടുകാരി, ഇന്ന് ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് അതിമനോഹരമായ ബോഗിയൻ വില്ലയുടെ കാഴ്ച തന്നില്ലേ. സന്തോഷിക്കൂ, ഇന്ന് ആശ്വാസമായി ഭക്ഷണം കഴിക്കൂ. പിങ്ക് ഒരു പ്രസന്നതയുള്ള നിറമാണ്. എന്നെ അത് ഹഠാതെ ആകർഷിച്ചു. ശരിക്കും കുറ്റം പറയാതെ രണ്ട് നല്ല വാക്ക് പറഞ്ഞപ്പോൾ ഉയർത്തെണീറ്റൊരു സുഖം. ഒരു ഷെഫ് എന്ന നിലയിൽ മനുഷ്യരുടെ മാനസികവും ശാരീരികവുമായ വിശപ്പിനെ തൃപ്തിപ്പെടുത്തുക എന്നതാണ്. അദ്ദേഹം അത് വളരെ മനോഹരമായി തന്നെ നിറവേറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ബോഗൻ വില കിട്ടിയില്ലെങ്കിൽ ബോധം കെടാത്ത എന്തെങ്കിലും ഒരു ഇല ഉപയോഗിക്കൂ. എത്ര വൃത്തി, നല്ല ഫ്രഷ് എണ്ണ. വാവ്, അമേസിംഗ്. 2 ജോഡി പോത്തിനെ വാങ്ങി സമ്മാനമായിട്ട് വീട്ടിൽ കൊണ്ട് കെട്ടിക്കൊടുത്താല. ചാരായം വാറ്റണ പാത്രത്തിൽ ചനാക്കാരെ ഉണ്ടാക്കണമാരൊക്കെ ഇതൊന്ന് കാണട്ടെ. നല്ല ഏലക്കയുടെ മണം. കിട്ടിയിരുന്നെങ്കിൽ ഒരു 5 എണ്ണ കട്ടന്റെ കൂടെ തട്ടായിരുന്നു. സോസൊന്നും വേണ്ട. ഇത്രയും വൃത്തിയിൽ അയ്മാനത്തിൽ ആട്ടുമ്പുളൊക്കെ ഉണ്ടാക്കി തന്നാൽ ഇവിടെ ആൾക്കാർ തിന്നും. ഞാൻ തൃപ്തനായി.